കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ 53ാമത് ജനറൽ കൗൺസിൽ ഫെബ്രുവരി 26-ന് എറണാകുളത്ത് POCയിൽ. JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, തദ്ദേശ ഭരണകൂട തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ, തീരനിയന്ത്രണ വിജ്ഞാപനം, ദ്വീപ് മേഖലാ പ്ലാൻ, മുനമ്പം വിഴിഞ്ഞം കേസുകൾ മുതലായവ മുഖ്യ അജണ്ടയാകും. KLCAയുടെ 53ാമത് ജനറൽ അസംബ്ലി ഫെബ്രുവരി 26 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ എറണാകുളത്ത് കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ പാലാരിവട്ടം POCയിൽ വെച്ച് നടക്കും. രാവിലെ 10 മണിക്ക് KLCAയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് പതാക ഉയർത്തുന്നതോടെ ജനറൽ കൗൺസിൽ ആരംഭിക്കും. കേരളത്തിലെ 12 ലത്തീൻ രൂപതകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 20 പ്രതിനിധികൾ വീതം ജനറൽ കൗൺസിലിൽ പങ്കെടുക്കും. 11 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ KLCAയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വരാപ്പുഴ അതിരൂപത സഹായ മെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ ആന്റണി വാലിങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റവറന്റ് ഡോക്ടർ തോമസ് തറയിൽ, KRLCC ജനറൽ സെക്രട്ടറി റവറന്റ് ഡോക്ടർ ജിജു അറക്കത്തറ, ലത്തീൻ സഭയുടെ വക്താവ് ജോസഫ് ജൂഡ് എന്നിവർ ആശംസകൾ നേരും. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പ്രസിദ്ധീകരിക്കണമെന്നും ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാത്ത സർക്കാർ നടപടിയിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇതര ക്രൈസ്തവ സഭകളുമായി ചേർന്ന് ഓഗസ്റ്റ് മാസത്തിൽ സംയുക്ത പ്രക്ഷോഭ പരിപാടികളെക്കുറിച്ച് ജനറൽ കൗൺസിൽ ചർച്ച ചെയ്യും. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് KLCA സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെ എല്ലാ രൂപതകളിലും പര്യടനം നടത്തും. കടലിലെ മത്സ്യലഭ്യതയ്ക്ക് കുറവുണ്ടാകുന്ന രീതിയിൽ കേരളത്തിന്റെ തീരങ്ങളിൽ കടലിൽ ഖനനം നടത്തുവാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം, മുനമ്പം ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം, വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട ബിഷപ്പുമാർക്കും വൈദികർക്കും സമരത്തിൽ പങ്കെടുത്തവർക്കുമെതിരെ പോലീസ് എടുത്തിട്ടുള്ള കള്ളക്കേസുകൾ പിൻവലിക്കണം, മുതലപ്പുഴയിൽ അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണം മൂലം ഉണ്ടായിട്ടുള്ള അപകടങ്ങളിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകണം, കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കാട്ടുമൃഗങ്ങളുടെ ആക്രമണം മൂലം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അർഹിക്കുന്ന നഷ്ടപരിഹാരം നൽകണമെന്നും, ജാതി സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ ശാശ്വതമായ പരിഹാരത്തിന് നിയമനിർമ്മാണം നടത്തണം, തീരദേശത്തെ പ്രകൃതിക്ഷോഭത്തിലുണ്ടാകുന്ന തീരശോഷണത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകുന്നതിന് ശാസ്ത്രീയമായ രീതിയിൽ പുലിമുട്ടോടുകൂടിയ മെട്രോപോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള കടൽഭിത്തി നിർമ്മിക്കണം, ദളിത് ക്രൈസ്തവർക്ക് പട്ടികജാതി വിഭാഗങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ നൽകുക എന്നിങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങൾ ജനറൽ കൗൺസിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യും.